Hello, my beautiful souls. Gopika here. Welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ലവ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഷൻ, ഒരു ഐഡൻറ്റിറ്റി. ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷൻ. മേ ബി നിങ്ങൾ സിംഗിൾ ആയിരിക്കാം. ആ ഒരു സിംഗിൾ ലൈഫിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ്, കാരണം നിങ്ങൾ എല്ലാ രീതിയിലും പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. അവിടെ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ വേണം, എന്താണ് വേണ്ടത്, എങ്ങനത്തെ പാർട്ട്ണറാണ് വേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ്, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, നല്ല രീതിയിലുള്ള ഒരു ധാരണ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂസ്, റിലേഷൻഷിപ്പ് വാല്യൂസ് എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ ജസ്റ്റ് ഇമാജിൻ നിങ്ങളൊരു ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, റൊമാൻറ്റിക് കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഐഡന്റിറ്റിയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു ലൈഫ് എങ്ങനെയായിരിക്കാം, സോ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഒരു വാല്യൂസ്, റിലേഷൻഷിപ്പ് വാല്യൂസ് എല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പാർട്ട്ണർ, അത് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. എത്ര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ, എത്ര പീസ്ഫുൾ ആണ്, എത്ര ഓപ്പൺ ആണ് അത് അല്ലേ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇമാജിൻ ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല പല സാഹചര്യം കൊണ്ട് പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ നമുക്ക് എന്താണ് റിലേഷൻഷിപ്പ് എന്ന് വേണ്ടത്, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം. സോ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ലവ് റിലേഷൻഷിപ്പ് ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം എന്നൊക്കെയാണ്. നമ്മൾ ഓരോരുത്തരും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെ, ലവ് ലൈഫ് എന്ന് പറയുന്നത്. അത് അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. സോ അവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ആ ഒരു ലൈഫിന് മാത്രം എന്നുള്ളതല്ല. നമ്മുടെ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വഴിയിൽ കൂടെ മാത്രം പോകുന്ന ഒരു കാര്യമല്ല അല്ലെ. അവിടെ സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മുടെ എൻറ്റയർ ലൈഫ്, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലവ് റിലേഷൻഷിപ്പ് ഐഡന്റിറ്റിയിൽ മാറ്റം ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻറ്റയർ ലൈഫിലാണ് ഒരു മാറ്റം ഉണ്ടാവുന്നത്, നമ്മുടെ വ്യക്തിത്വത്തിലാണ് ഒരുപാട് മാറ്റം ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുൻപ് എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ സിംഗിൾ ആയിരിക്കാം, ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം, പല പല റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലുള്ള ആളുകളും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ ഉള്ള എന്തെങ്കിലും പേടി ഉണ്ടായിരിക്കാം, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്ന കാര്യം ഉണ്ടായിരിക്കാം, ഓർ മേ ബി നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കണം. ചില ആളുകളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, പക്ഷെ അവർക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവില്ല അവരൊരു റിലേഷൻഷിപ്പിലാണോ, കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ. ചില ആളുകൾ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈവൻ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം നിന്ന് പോകുന്നുണ്ടായിരിക്കാം. ചില ആളുകളുടെ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷൻ ആയിരിക്കാം, തേർഡ് പാർട്ടി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചില ആളുകളുടേത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം, അവർ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. സോ അവരുമായിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. സിറ്റുവേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. സോ ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റക്ക് ആയിട്ട് അല്ലെങ്കിൽ നിന്ന് പോകുന്ന ആളുകളും ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, സോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതാണ് എക്സാക്ട്ലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ് വേണ്ടത്. അങ്ങനെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾ നിൽക്കുന്ന
നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കുക, പക്ഷെ ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല, ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല, സീക്രട്ട് ആയിരിക്കാം. സോ പല 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 റീസൺസ് ആയിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണോ വേണ്ടത്? നിങ്ങൾ ഇങ്ങനെയാണോ നിൽക്കേണ്ടത്? നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി, റിലേഷൻഷിപ്പ് ഐഡന്റിറ്റി ഇങ്ങനെ ആയിരിക്കണോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് മെയിൻലി ഇതൊരു റൈറ്റ് ട്രാക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒരു റൈറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ളൊരു മേജർ ചേഞ്ചസ് നമ്മുടെ എൻറ്റയർ ലൈഫിൽ നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അവിടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, എൻ്റെ ഒരു കറന്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, അത് നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, അവിടെ നിങ്ങൾ ഓക്കെ അല്ല, ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ട കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കണം, പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. ഓക്കെ, സോ ചില ആളുകൾ എത്ര വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നാലും അവർക്ക് അറിയില്ല അവരൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുള്ളത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടുന്ന് വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, ലാക്നെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ ചില കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടെങ്കിലും, അത് നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ, കാരണം അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവിടെ നിന്നാണ് നമ്മൾ മാറ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഒന്ന് മനസ്സിലാക്കുക എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വാല്യൂ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഐഡന്റിറ്റിയിൽ നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം, അല്ലെ? സോ എനിക്ക് ഉണ്ടാവുന്ന വാല്യൂസ് ആയിരിക്കണം എന്നില്ല വേറൊരാൾക്ക് ഉണ്ടാവുന്നത്, അല്ലെ? നമ്മുടെ സൊസൈറ്റി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ലേബിൾ ചെയ്തിട്ടുള്ള ഒരു വാല്യൂസ് അല്ല ഞാൻ പറയുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് റിലേഷൻഷിപ്പ്, എങ്ങനെയായിരിക്കണം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസ് എന്താണ്, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി, നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് വാല്യൂസ്, ഞാൻ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പിലെ വാല്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സമയം വരെ എനിക്ക് അറിയില്ല അതിലേക്കൊക്കെ എങ്ങനെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എക്സാക്ട്ലി വേണ്ടത്, എൻ്റെ റിലേഷൻഷിപ്പ് വാല്യൂസ് എന്താണ്, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഐഡന്റിറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. സോ എൻ്റെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട്, സ്പിരിച്വൽ ജേണിയുടെ ഭാഗമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ. സോ ആ ഒരു ഫെമിനൻ എന്ന് പറയുന്നത് എൻ്റെ ഓത്തന്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വാല്യൂസ് മീറ്റ് ചെയ്യാത്ത, ഒന്നിലും സെറ്റിൽ ചെയ്യാൻ റെഡി അല്ലാത്ത ഒരു പേഴ്സൺ ആണ്. സോ എക്സാക്ട്ലി എനിക്കറിയാം എന്താണ് എൻ്റെ ആ ഒരു ഫെമിനൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് എനിക്ക് കൊടുക്കാനുള്ളത് ഫോർ മൈ മാൻ, എന്തൊക്കെയാണ് എനിക്കൊരു റിലേഷൻഷിപ്പിൽ കൊടുക്കാനുള്ളത്, എന്തൊക്കെയാണ് എനിക്കൊരു റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് എക്സാക്ട്ലി എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ റെഡി ആവില്ല. ഈവൻ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, പക്ഷെ നമ്മളുടെ ആ ഒരു കോർ വാല്യൂസ് മീറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് സെറ്റിൽ ചെയ്യാൻ റെഡി അല്ലാത്ത ഒരു ഫെമിനൻ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. സോ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കാം. സോ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് പറഞ്ഞത്, ഓക്കെ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വാല്യൂ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്ന ഒരു പവർഫുൾ ചേഞ്ച് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് കണക്ട് ആയിട്ട് വരും. ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നാച്ചുറലി അല്ലെങ്കിൽ ഓർഗാനിക്കലി സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അത് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ അലൈൻഡ് ആയിട്ട് വരും. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നുണ്ട്, എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും, എന്ത് ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തും നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും
ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ഉറച്ചൊരു നേച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് ജീവിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ വാല്യൂസ്, നമ്മുടെ കോൺസെപ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ കണക്ട് ചെയ്യുക. സോ നമ്മളൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇമോഷൻസിന്റെ പേരിൽ ആരെങ്കിലൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കണം. അത് നമ്മളെ കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഹാബിറ്റ്സ് ആയിരിക്കാം, ആളുകളായിരിക്കാം. സോ നല്ല എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് നമുക്ക് മാറാം, നല്ല ജീവിതം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു രീതിയിലും അത് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ എപ്പോഴും നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം, ബേസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ലവ് റിലേഷൻഷിപ്പ് ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. നമുക്ക് വേണ്ടാത്ത കാര്യത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ വളരെ ചില ആളുകൾ, ടു ബി വെരി ഫ്രാങ്ക്, ഒരുപാട് ആളുകൾ ഒരു കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷനിലായിരിക്കാം, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല, സീക്രറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടായിരിക്കണം, ഓവർ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇല്ലാണ്ടായി പോകുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫ് ഇല്ലാതായി പോകുന്നുണ്ടോ, നിങ്ങളുടെ സമയം ഇല്ലാതായി പോകുന്നുണ്ടോ, നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ ഗൈസ്, വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന മൂല്യം ഒന്നും എവിടെയും പോകുന്നില്ല. നിങ്ങൾ അത് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്കത് ലൈഫ് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ലവ് ലൈഫ്, നിങ്ങൾക്ക് ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ എവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, എന്ത് കൊടുക്കാൻ പാടില്ല, എവിടെ കൊടുക്കാൻ പാടില്ല, എന്ത് റിലേഷൻഷിപ്പിൽ എന്റർടൈൻ ചെയ്യാൻ പാടില്ല, എന്തിനോട് നിങ്ങൾ ബൈ പറയണം. നിങ്ങളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടി എന്തിനോട് അല്ലെങ്കിൽ ആരോട് നിങ്ങളൊരു ബൈ പറയണം, മാറ്റി വെക്കണം, ഒരു സേഫ് ബൗണ്ടറി വെക്കണം. അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഓതന്റിസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ വാല്യൂസ്, മെയിൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വാല്യൂസ് മീറ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ നിങ്ങൾക്ക് ഒരു ബൈ പറയാൻ, ലൈഫിൽ നിന്ന് മാറ്റി വെക്കാനുള്ള ഒരു കറേജ് ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റൈറ്റ് എനർജി ആയിട്ട്, നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സണാലിറ്റി ആയിട്ട്, നിങ്ങളുടെ ഓതന്റിക് ആയിട്ടുള്ള നേച്ചറായിട്ട് നിങ്ങൾ കണക്ട് ആവുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മെയിൻ ആയിട്ട് നിങ്ങൾ ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്തൻ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ചില കാര്യങ്ങൾ സംഭവിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അവിടെ എന്ത് ഹെൽത്തി ഡിസിഷൻ എടുക്കണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഹെൽത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് എന്താണ് ഹെൽത്തി, അങ്ങനെയായിരിക്കാം നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട്, നിങ്ങളെ കാണുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമയത്താണ് എല്ലാ കാര്യങ്ങളും റൈറ്റ് ആയിട്ട് സംഭവിക്കുക. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഓരോ കാര്യം കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു മാറ്റം വരുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈവൻ നിങ്ങൾ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈവൻ നിങ്ങൾ അറിയാത്ത ആളുകൾ പോലും കണക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ, നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ അതുപോലത്തെ ഒരു മാറ്റമാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇത് റിലേഷൻഷിപ്പ് അല്ല, ലവ് ലൈഫ് അല്ല, അതൊരു സൈഡിൽ കൂടെ പോകുന്ന ഒരു കാര്യമല്ലേ. പക്ഷെ മനസ്സിലാക്കുക, അവിടെ നമ്മൾ ഒരുപാട് ഇമോഷണലി എടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പല എനർജീസും ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് സ്പോയിൽ ചെയ്യാനും ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ അത് ഒരു റൈറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് വെളിച്ചം, ഒരുപാട് മാറ്റങ്ങളും സന്തോഷവും ഒക്കെ നമുക്ക് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുക. ആൻഡ് ജസ്റ്റ് ഇമാജിൻ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ വിഷ്വൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ, അതിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുക. അങ്ങനെ ഒരു ലൈഫ്, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് വളരെ നല്ല സന്തോഷം ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ആ ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വരെ ഒരിക്കലും നിങ്ങൾക്ക് ഒറ്റയ്ക്കാണല്ലോ, റിലേഷൻഷിപ്പ് വേണമല്ലോ, ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു, എല്ലാ കാര്യങ്ങളും എന്റെ വാല്യൂസും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. നിങ്ങളൊരു റൈറ്റ്
കാര്യത്തിലേക്ക്, നിങ്ങളുടെ വാല്യൂസിലേക്ക് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് സംഭവിക്കുള്ളൂ. അത് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അൺഹെൽത്തി റിലേഷൻഷിപ്പ് പാറ്റേണിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇതൊന്നും നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് അങ്ങനെയല്ല, നിങ്ങൾക്കത് കാര്യങ്ങൾ വേണ്ടത് എന്നുണ്ടെങ്കിൽ സേ ഗുഡ് ബൈ ടു ദാറ്റ്. ഓക്കെ, സോ എന്നിട്ട് നിങ്ങളുടെ ഒരു മൂല്യം, നിങ്ങളുടെ ഒരു ഒതന്റിക് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം നിങ്ങൾ ഉറച്ചു നിൽക്കുക. അത് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കും. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.